ഉണ്ട്. യഹൂദൻ ഇന്ന് വരെ താഴ്വര കണ്ടിട്ടുമില്ല, മോശയുടെ കല്ലറ കിട്ടിയിട്ടില്ല. യഹൂദന്റെ വിടുതലിന് വേണ്ടി 2 സാക്ഷികളെ സ്വർഗം അയക്കും. അവരുടെ ശവശരീര ലോകം മുഴുവൻ കാണും. യെരൂശലേം ആർക്ക് വിട്ടുകൊടുക്കുന്നു? വായിക്കുന്നു. 9G ഇന്റർനെറ്റും ലോകത്തിൽ ഇന്ന് എലോൺ മസ്ക് റിലയൻസിനെയും എയർടെലിനെയും മേടിച്ചതൊക്കെ എന്തിനു വേണ്ടിയെന്ന് ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നു. ജെറുസലേമിൽ വരുന്ന സംഭവങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 11, 1, 2, 3 വാക്യങ്ങൾ. ആന്റി ക്രൈസ്റ്റ് എഴുന്നു വരുമ്പോൾ, ഇസ്രായേൽ ഹമാസ് അവസാനിക്കുമ്പോൾ, 1 യഹൂദൻ ആലയം കൊടുക്കുമ്പോൾ, അറബ് ലീഗിനും ജാതികൾക്കും വേണ്ടി ജെറുസലേം മാറ്റിക്കൊടുക്കും. അവിടം തൊട്ട മഹോപദ്രവ കാലത്തിന്റെ നിഴൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. വായിക്കുന്നു. വെളിപ്പാട് 11, 1, 2, 3 വാക്യങ്ങൾ വായിച്ചിട്ട് മോനെ. ദണ്ഡ് പോലെയുള്ള ഒരു കോൽ കയ്യിൽ കിട്ടി. ദണ്ഡ് പോലെയുള്ള ഒരു കോൽ. അതാ അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടെന്ന് പ്രീനു ആദ്യം വായിച്ചത്. വെളിപ്പാട് 6, 1, 2 ഒരധികാരത്തിന്റെ കോൽ അവൻ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അടുത്തത് വായിക്കാം. എനിക്ക് കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയൊക്കെയും അളക്കുക. അതാ കിടക്കുന്നത്. അതാ യെരൂശലേം ദൈവാലയത്തിന്റെ കാര്യമല്ല അങ്ങ് അളക്കണം. ബാക്കി ഇപ്പുറത്തോട്ട് വരുന്നത് ജെറുസലേമിന്റെ മെയിൻ ഭാഗം. വായിച്ചിട്ട് ആലയത്തിന് പുറത്തുള്ള പ്രാകാരം ഇതാ കിടക്കുന്നത്. ഇതാ ഇന്നത്തെ ജെറുസലേം. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക്. അളക്കാതെ വിട്ടേക്ക്. അതാർക്ക്? അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ഇതാ കിടക്കുന്നത്. അത് യഹൂദന് കിട്ടത്തില്ല. ഇതാ ഈ അറബ് ലീഗ് ഹമാസ് വിഷയത്തിൽ ഇത് അടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജാതികൾക്ക് വിട്ടുകൊടുക്കുക. അവിടെ തൊട്ട് പ്രശ്നം ദൈവസഭ എടുക്കപ്പെട്ടാൽ യഹൂദന്റെ പീഡാകാലം. വായിച്ചിട്ട് മോനെ അടുത്ത വാക്ക്. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ഒരിടത്ത് ദൈവാലയം, മറ്റേടത്ത് ജാതികൾ അതിനെ ചവിട്ടും. ജെറുസലേം. അടുത്ത വാക്ക്. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. ദാണ്ടെ ആലയത്തിനകത്ത് സോവിയ റോബോട്ട് പോലെ റോബോട്ട് വെക്ക്. അത് കഴിഞ്ഞിട്ട് യഹൂദന്റെ ഹല്ലേലൂയ തലയറക്ക്. അന്ന് നമുക്കല്ല, യഹൂദന്റെ വിടുതലിന് വേണ്ടി 2 സാക്ഷികളെ സ്വർഗം അയക്കും. വായിക്കാം. അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഇതാ കിടക്കുന്ന 3.5 വർഷം അവർ പ്രവചിക്കുമെന്ന്. ഇതാ കിടക്കുന്നു കാര്യം. എത്ര ക്ലിയറായി. ആരാ? അടുത്തത് വായിക്കാം മോനെ. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷം 2 നിലവിളക്കുമാകുന്നു. മതി. ആരൊക്കെ വരും? അങ്ങനെയെങ്കിൽ ഇന്ന് പലർക്ക് സംശയമുണ്ട് ആരാ വരുന്നെന്ന്. എല്ലാവരും കേട്ടാട്ടെ. ചിലര് പറയുന്നു മോശയാ. ഇതാണ് പ്രസംഗം നിങ്ങൾ കേൾക്കേണ്ടത്. ചിലര് പറയുന്നത് ഹാനോക്ക, ചിലര് പറയുന്നു ഏലിയാവ്. ഒന്നാമത്തത് ഏലിയാവ് വളരെ ക്ലിയറായിട്ട് വരും. മരണം കാണാതെ എടുക്കപ്പെട്ടവനാ ഏലിയാവ്. യോർദാന്റെ കര ചെന്നപ്പോൾ അഗ്നിരഥവും അഗ്നിരശവും ഇറങ്ങി അവൻ താഴേക്ക് വന്നു. ചുഴലിക്കാറ്റിനകത്ത് അവൻ എടുക്കപ്പെട്ടു. അതുകൊണ്ട് അമ്മാമ ഇപ്പം ഈ ചുഴലിക്കാറ്റുകൾ മൊത്തം അടിക്കുന്ന റീത്തയും കത്രീനയും ബിൽമയും ഹാർബി, ഓർമ്മ, മാത്യു, ലോറൻസ്, മെഗാ, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേബി, ടൗട്ട്, ഇതെല്ലാം പൈലിൻ, കൈലിൻ എല്ലാം വരും. സ്വോത്രം, പിഞ്ചാൽ എല്ലാം അടിക്കുന്ന ഇതുകൊണ്ടാ. ഈ ചുഴലിക്കാറ്റെല്ലാം മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടാനാ. സമയമുണ്ടെങ്കിൽ നാളെ അത് പ്രസംഗിക്കാൻ. മനുഷ്യൻ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുമോ? 1 ഏലിയാവ്, പഴയ നിയമത്തിന്റെ പ്രത്യേകത. പിന്നെ 2 ചിലർ പറയുന്നത് മോശയല്ല, മോശ മരിച്ചടക്കപ്പെട്ടവനാ. അതിൻ്റെ അർത്ഥം ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ പാളയത്തിനകത്തുനിന്ന് കട്ടക്കളത്തിൽ ഊഴിയവിചാരകന്മാരുടെ ചാട്ടവാർ. എല്ലാവരും കേൾക്കണേ. അവരുടെ നിലവിളി ഞാൻ കേട്ടു, കഷ്ടത ഞാൻ കണ്ടു. ആഴമേറിയ ചെങ്കടൽ കടന്നു. ഇസ്രായേൽ ജനം പെറുപുറത്തു. മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. അതെടുത്ത് പാറക്കിട്ടെടുത്ത് കൊടുത്തു. കോരിന്ത്യ ലേഖനം വീണ്ടും ആത്മീയ പാറ ക്രിസ്തു. അതിൽ നിന്നല്ലോ നാം കുടിച്ചത്, അതിൽ നിന്നല്ലോ നാം പാനം ചെയ്തത്. മോശയെ എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? മോശയെ പിസ്കാ കൊടുമുടി കൊണ്ടുവന്ന്. എന്നിട്ട് കനാൻ കാണിച്ചു. നീ പാറയെ അടിച്ചതുകൊണ്ട് അക്കരെ നാട്ടിൽ പോകത്തില്ല. അതെന്താ സംഭവം? കനാനി പോകത്തില്ല. മോശ മരിച്ചടക്കപ്പെട്ടു. മോശയുടെ താഴ്വര എവിടെ? പെരിയോറിൽ ആ താഴ്വരയുണ്ട്. യഹൂദൻ ഇന്ന് വരെ ആ താഴ്വര കണ്ടിട്ടുമില്ല, മോശയുടെ കല്ലറ കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ മോശയുടെ ശവശരീരം അങ്ങാണ് പാളയത്തിനകത്ത് കൊടുത്താൽ 40 വർഷം ആരാ ഇസ്രായേൽ ജനത്തെ നടത്തിയതിനാ. ഇവിടുന്ന് കുരിശുമല വരെ നമ്മൾ കുരിശടി ഉണ്ടാക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ആ മോശയുടെ ശവശരീരം ആർക്കും വിട്ടുകൊടുത്തില്ല. അതാ നമ്മുടെ കർത്താവ്. അവൻ തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കയില്ല. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ. എടാ, അന്ന് 40 വർഷം നടത്തിയ ഉപദേശിയെ കൈവിടുമോ?
മറുരൂപമല. കേട്ടവർ കരമുയർത്താം. മറുരൂപമല. യേശു ഉയർന്ന മലയിൽ പോയി. കൂടെ പത്രോസും യാക്കോബും യോഹന്നാനും. മിന്നി വിളങ്ങുന്ന വെളിച്ചത്തിനകത്ത് ഇതാ മരണാനന്തര ജീവിതം. രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ടു. ഒന്ന്, മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ്, മരിച്ചടക്കപ്പെട്ട മോശയും. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോഴാ ദൂതൻ വിശ്വവിന് ശിഷ്യന്മാർ പറഞ്ഞ, ഗുരു, ഞങ്ങൾക്ക് 3 കുടിലുണ്ടാകട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്ക്, മറ്റൊന്ന് ഏലിയാവിന്. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് മോശയല്ല. ഒരു ഉദാഹരണം കൂടെ പറയാം. അതിൻ്റെ പ്രത്യേകത, ഈ നമ്മുടെ സൗദിയിൽ ഒരു വലിയ നേതാവുണ്ടായിരുന്നു, അൽ ഖൈദയുടെ നേതാവ് ബിൻ ലാഡന് 3 പാസ്പോർട്ട്. 1 സൗദി, 2 അഫ്ഗാനിസ്ഥാൻ ബോറ, 3 അവനെ കൊന്നത് ഇസ്രായേലും അമേരിക്കയും കൂടെ അബട്ടാബാദിൽ വെച്ച ബിൻ ലാഡനെ തട്ടിയത്. ഈ 3 പാസ്പോർട്ട് ഉണ്ടായിട്ടും 3 രാജ്യക്കാർക്കും ഡെഡ് ബോഡി കൊടുത്തില്ല. ഇംഗ്ലീഷുകാരനറിയാം, എവൻ്റെ ഡെഡ് ബോഡി എവിടെങ്കിലും കൊണ്ടുവച്ചാൽ 1000 പേർ അതിൽ നിന്ന് ഉയരുന്നു. സ്വോത്രം. അതുകൊണ്ട് ഇംഗ്ലീഷുകാരൻ എന്താ ചെയ്ത്, ബിൻ ലാഡൻ്റെ ശവശരീരം കടലിൽ കെട്ടിത്താഴ്ത്തി. കടലിൽ പോയി ആരെങ്കിലും സ്മാരകം പണിയോ? മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. അതാ ഇംഗ്ലീഷുകാരൻ ചെയ്തത് മോശയുടെ കാര്യം പറഞ്ഞപ്പോൾ. അങ്ങനെയെങ്കിൽ മോശയല്ല വരുന്നത് പടീനിമത്തിൽ ഒരു ഭക്തനുണ്ടായിരുന്നു. അവൻ്റെ പേരാ ഹാനോക്ക്. കരമുയർത്തുന്നവർക്കായി. അവൻ ദൈവത്തോടുകൂടെ നടന്നു. അവനെ പിന്നെ കണ്ടില്ല. പടീനിമത്തിൻ്റെ പ്രത്യേകത എബ്രായർ 9:27, ഒരിക്കൽ മരിക്കും പിന്നെ ന്യായവിധിയും. കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ മോശ മരിച്ചടക്കപ്പെട്ടതാ. മോശയല്ല വരുന്നത്. പഴയ നിയമത്തിൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവനെ പിന്നെ കണ്ടില്ല. അവൻ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഇവർ 2 പേരും വരും. 1260 ദിവസം പ്രവചിക്കും. അതല്ല ലോകം കാണും. അതാ 9G ഇന്റർനെറ്റിലേക്ക് വായിക്കാവും. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇവിടെ കാണുമോ? 1, ദേവാലയം പണിയും. പുറത്തുള്ള സ്ഥലം ജാതികൾക്ക്. അവിടെ യഹൂദന്റെ സാക്ഷ്യത്തിന് വേണ്ടി 2 പേർ അന്ത്യകാലത്ത് വരും. അവരുടെ മരണം ഉലകം കാണും. ഇനി പാസ്റ്റർ 11:7 തൊട്ട് 12 വരെ വായിക്കുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം അവസാനിക്കും. ബാക്കി നാളെ വായിക്കാൻ. വെളിപ്പാട് 11:7 മുതൽ വായിച്ചിട്ട് മുന്നേ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. നമുക്ക് വേണ്ടിയല്ല, യഹൂദനോട് പറയും, നിങ്ങൾക്ക് ഒരു അവസരവും കൂടെ തരാം, മശിഹായെക്കാണ്. സാക്ഷ്യം തികച്ച ശേഷം വായിക്കാം. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. ആന്റി ക്രൈസ്റ്റ്. കണ്ടോ? ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. അവരോട് പടവെട്ടി. ഈ 2 വിശ്വസ്ത സാക്ഷികളെ പടവെട്ടും. അടുത്തത്, അവരെ ജയിച്ച് കൊന്നുകളയും. ദാ കിടക്കുന്ന 2 സാക്ഷികൾ മരിക്കപ്പെടും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ദാ കിടക്കണേ. ഇതാണ് 9G ഇന്റർനെറ്റ് ലോകം വരുമെന്ന് പറയുന്നത്. ഈ സാക്ഷികൾ 2 പേരും അവിടെ കിടക്കും. അടുത്ത വാക്ക് ക്ലിയർ ആയിരിക്കണം. വായിച്ചിട്ട് മോനെ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അവിടെ നിൽക്കട്ടെ, ഓടിപ്പോകല്. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് മിസ്രൈമിലല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി. ആ സ്ഥലം മാറി ഇന്ന് സ്വവർഗരതിക്കാരുടെ തലസ്ഥാനമാ ഇസ്രയേൽ. ഇതാ കിടക്കുന്ന, ഇതാ സോദോമിൻ്റെ പാപം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും അത് കഴിഞ്ഞ് ഇന്ന് ആത്മീയമായി തകർന്ന സോദോം അല്ലെങ്കിൽ മിസ്രയും. ഇതാ കിടക്കുന്നു 2023 ജെറുസലേം ലെസ്ബിയൻ ഗൈ പരേഡ് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാൽ മതി. നിങ്ങൾ ലജ്ജിച്ചു പോവും. ദൈവത്തിൻ്റെ സ്വന്തം ജനം. ഇന്ന് ഇസ്രയേൽ ടെൽ അവീവ സ്വർഗ അനുരാഗികളുടെ തലസ്ഥാനം. 2021 ജെറുസലേം ഗൈ പരേഡ് ഗൂഗിളിൽ അടിച്ചാൽ ബാക്കി ബൈബിൾ വായിച്ചാൽ കരഞ്ഞു. ബാക്കി ഞാൻ പറയത്തില്ല. അതുകൊണ്ട് ഹമാസ് പോരാളികൾ കയറിയപ്പോൾ ഇത്ര ഇസ്രയേലുകാർ മരിച്ച നദിക്കരെ നാടൻ മലയാളം ഉടുതുണിയില്ലാതെ പാർട്ടി നടത്തിയതാ. ആ പെൺപിള്ളാരെയും ചെറുപ്പക്കാരെയും ഹമാസുകാർ വെട്ടിയതും അതിനുശേഷം പാടിക്കൊണ്ടിരുന്ന പെൺപിള്ളാരെയാ ഈ ജീപ്പിന്റെ പുറകെ കെട്ടിവലിച്ചതും. അതിൻ്റെ പേര് ലെസ്ബിയൻ ഗായ്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം ഗോമറ കിടക്കുന്നു. ഇപ്പൊ അതായിപ്പോയി. ഇസ്രയേൽ ടെൽ അവീവ് എന്ന് പറയുന്നത് സ്വർഗാനുരാഗികളുടെ. 2017 ഈ പരേഡ്, 2021 പരേഡ്. പുറകെ ഹമാസിന്റെ അടിയും കിട്ടി. അങ്ങനെയെങ്കിൽ അവരുടെ ശവശരീരം അവിടെ കിടക്കും. എത്ര ദിവസം കിടക്കും? ഇതാ റിലയൻസ്, അത് കഴിഞ്ഞ് എയർടെൽ, അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്റ്റാർലിങ്ക്, എലോൺ മസ്കിന്റെ സാറ്റലൈറ്റുമായി ഇന്ന് ലോകത്തിൽ കാണും. വായിക്കാൻ മോനെ അടുത്ത വാക്ക്. അവരുടെ ശവം. സകല വംശക്കാരും. ഇതാ 9G ഇന്റർനെറ്റ്. സകല വംശക്കാരും, ഗോത്രക്കാരും, ഭാഷക്കാരും, ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ഇപ്പൊ എല്ലാരും വായിക്കണം. ഇതാ ഇന്റർനെറ്റ്. കണ്ടോ? ഇസ്രയേൽ ലോകത്തിന്റെ മധ്യപകുതി കിടക്കുന്ന 2 ഡെഡ് ബോഡി. ലോകം എത്ര രാഷ്ട്രമാ?
198, 70 റിപ്പബ്ലിക്കുകൾ, 262, 850 കോടി ജനത, 5 ഭൂഖണ്ഡം. അങ്ങനെയെങ്കിൽ അവരെല്ലാം കാണണമെങ്കിൽ വരാൻ പോന്നു ഒരു ഗവൺമെന്റ്, ഒരു ഭരണം, ഒരു കമ്പ്യൂട്ടർ, ഒരു ഇന്റർനെറ്റ്. കരമുയർത്തുന്നവർക്കായി ഒരു 10 കൊല്ലം മുമ്പ് ഞാനിവിടെ പ്രസംഗിച്ചാൽ അമേരിക്കയിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റൂ. ഇതെന്ന് പാറശാല പളികൾ മോൻ ലൈവ് കൊടുക്കുന്നുണ്ടല്ലോ. WW പളികൾ സിയോൻ പെന്തക്കോസ് അസംബ്ലി ചർച്ച് കൺവെൻഷൻ കീക്കി കൂക്കു എല്ലാ മൊബൈലിലും കാണാം. കരമുയരുന്നില്ലല്ലോ, യൂട്യൂബ് എടുത്താൽ സന്തോഷമില്ലല്ലോ, സ്വത്രം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്നത്തെ റിലയൻസും അതാ ഇന്ന് നടക്കുന്ന എയർടെല്ലും സ്റ്റാർലിങ്കുമായി ബന്ധപ്പെടുന്നെങ്കിൽ ഈ ഡെഡ് ബോഡി ഉലകം മുഴുവൻ കാണാം. 4G വന്നാലും രക്ഷയില്ല. 4G വരുമ്പോൾ തന്നെ അമ്മമ്മ വൈഫൈയോട് പറയും നിനക്ക് സ്പീഡില്ല. ഉടനെ അച്ഛൻ്റെ അടുത്ത് പറയും ഈ റൂട്ടർ മാറ്റണം, ബാറ്ററി കൊണ്ടുവെക്കണം. സന്തോഷമില്ലല്ലോ, സ്വത്രം. വൈഫൈ കിട്ടുന്നില്ല, സ്വത്രം. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു 9G. അതിനാസ്പദമായി ഇവിടെ ഇന്റർനെറ്റ് വരും. പണ്ടിത് പ്രസംഗിച്ചാൽ പറ്റുമോ? അമേരിക്കയിലെ എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചത് 3 മാസം കഴിഞ്ഞിട്ടാണ് എവിടെ അറിഞ്ഞത്? കപ്പൽ വന്നിട്ടാ ബ്രിട്ടനെ അറിഞ്ഞത്. ഇന്നാളെ ഞാൻ വീട്ടിൽ രാവിലെ ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വാർത്ത, ലൈവ് ഏഷ്യാനെറ്റ്, ശ്രീലങ്കയുടെ MLA തലയിൽ ഉണക്കത്തേങ്ങ വീണു. നടങ്ങാൻ പോയ MLA തലയിൽ ലൈവ്. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. എത്ര ക്ലിയറായി. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഈ സാക്ഷികൾ അവിടെ കിടക്കുന്നത് കാണാം. ഇതാ ഞങ്ങളുടെ ബൈബിളിൻ്റെ തനിമ, ഇതാ ഞങ്ങളുടെ ബൈബിളിൻ്റെ നൈർമല്യത. ടെലിഫോണില്ല, കയറില്ല, വയറില്ല, ഇന്റർനെറ്റ് ഇല്ല, വൈഫൈ ഇല്ല, റൂട്ടറില്ല, ഉപഗ്രഹമില്ല. എന്നാൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൽ യോഹന്നാനോട് സ്വർഗം പറഞ്ഞ് എഴുതിക്കോ, അവരുടെ ശവശരീര ലോകം മുഴുവൻ കാണും. കരമുയർത്തുന്നവർക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തേ.